ചോദിക്കാറുണ്ട് നമ്മുടെ ഈ ബിങ്കയിലും പെറ്റൂണിയിലൊക്കെ ഇത്രയും പൂക്കൾ ഉണ്ടാവാൻ കാരണം പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോടെല്ലാം പറയുന്നുണ്ട്, നമ്മൾ ഈ പ്ലാന്റിനെ എങ്ങനെയാണ് സംരക്ഷിക്കുന്ന രീതികളും അതിന്റെ വാട്ടറിങ്ങിലും പിന്നെ അതിന്റെ വളമിടുന്ന രീതികളൊക്കെ കറക്റ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ പച്ചപ്പോടെ ഇതുപോലെ പ്ലാന്റുകൾ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അത് എല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ട്. അതിനെ ഉണക്കിയെടുത്ത നല്ല മണ്ണാണ്, ചരലൊക്കെ മാറ്റിയെടുത്ത മണ്ണും, ഇത് സീഡോമോണസും, ഇത് ജൈവവളമാണ്. അപ്പൊ നമുക്ക് ഈ വളമിടുന്ന രീതി ഒന്ന് കാണിക്കാം എങ്ങനെയാണെന്ന്. ഇത് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അപ്പൊ നമ്മൾ വളം മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ പോട്ടിലോട്ട് ഇടുന്ന രീതി ഞാൻ നേരത്തെ മുൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ചരിച്ചിടണമുണ്ട്, ഫ്രണ്ട് കൊണ്ട് തന്നെ കിളന്നും ബാക്ക് കൊണ്ട് ചരിഞ്ഞ് നിൽക്കണം. നമ്മളിങ്ങനെ ഈ മണ്ണിടുന്ന എപ്പോൾ ജൈവവളം ഇട്ടാലും ചില മണ്ണിട്ട് കൊടുക്കണം. കാരണം ഞാൻ മണ്ണിടുന്ന പറഞ്ഞാൽ ഈ നമ്മുടെ ഈ പൊടിച്ചു വരുന്ന ചെറിയ ചെറിയ വേരുകൾക്ക് നമുക്ക് സൂര്യപ്രകാശം ഏക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്. നല്ല വെട്ടത്ത് കിടക്കുന്ന ചെടിയാണ്. അപ്പൊ അങ്ങനെ വെട്ടത്ത് കിടക്കുന്ന ചെടിക്ക് വേറെ പ്രത്യേകത ഉണ്ട്. നമ്മളാണെങ്കിൽ വാട്ടറിങ് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് വാട്ടറിങ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ ഇലകൾക്ക് ചുളിവ് വരികയും പിന്നെ ഇലകൾക്ക് ഒരു മഞ്ഞ കളർ